കെമിസ്ട്രിയും കമ്പാറ്റിബിലിറ്റിയും രണ്ടും ഡിഫറൻ്റാണ് റിലേഷൻഷിപ്പിൽ നോക്കുമ്പോൾ. ഇപ്പം ഞാനൊരു വ്യക്തിയോടൊരു നല്ല കെമിസ്ട്രി എന്ന് പറയുമ്പം ഞങ്ങൾ തമ്മിൽ ഒരു പാഷനേറ്റ് റൊമാൻസ്, ഞങ്ങൾ തമ്മിൽ മെയ്ഡ് ഫോർ ഈച്ച് അതറായിട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം അവർക്കുമുണ്ട്, ഞങ്ങൾക്ക് പല കാര്യങ്ങളും കോമൺ ആണ്, എൻ്റെ സ്വഭാവവിശേഷങ്ങളെല്ലാം ആൾക്കുമുണ്ട്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ട്രോമ സെയിമാണ്. ആൻഡ് മുമ്പോട്ട് നീങ്ങുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ വൈബിൽ മുമ്പോട്ട് നീങ്ങുമെന്നുള്ളതാണ്. അപ്പം ആ വ്യക്തിയോട് എനിക്കൊരു നല്ല കെമിസ്ട്രി ഉണ്ട് എന്ന് നമ്മളോട് പറയും. കമ്പാറ്റബിലിറ്റി എന്ന് പറയുമ്പം ശരിക്കും പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പല നെഗറ്റീവ് ട്രെയ്റ്റുകളും എന്നെക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ നെഗറ്റീവ് ഫാക്ട്സ്, എൻ്റെ വീക്ക്നെസ്സസ് ഒക്കെ ആ വ്യക്തിയും അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് വലിയ ഒരു കെമിസ്ട്രിയോ ബോണ്ടിങ്ങോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവൻച്വലി ഞങ്ങൾക്ക് രണ്ടു പേർക്കും വലിയ കുഴപ്പം കൂടാതെ ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് നീങ്ങാം. എൻ്റെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും ആ വ്യക്തി അറിയുകയാണ്, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ കാര്യങ്ങൾ ഞാനും അറിയുകയാണ്. അങ്ങനെയാണെങ്കിലും ഞങ്ങൾ തമ്മിൽ കോമ്പാറ്റബിളാണ് എന്നുള്ളത് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പം കെമിസ്ട്രി ഉണ്ടാവും ചില റിലേഷൻഷിപ്പിൽ, എന്നാൽ അതിനനുസരിച്ച് കോമ്പാറ്റബിലിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് കെമിസ്ട്രിയെക്കാട്ടിലും കൂടുതൽ കോമ്പാറ്റബിളാണ്. എൻ്റെ പാർട്ട്ണറിൻ്റെ ഇംപെർഫെക്ഷൻസ്, എൻ്റെ പാർട്ട്ണറിൻ്റെ എനിക്കിഷ്ടപ്പെടാത്ത ഇഷ്യൂസ്, അതെനിക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം, അതിനുവേണ്ടി എനിക്ക് എങ്ങനെ സ്പേസ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നോക്കേണ്ടത്.